Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അത് അരി അരച്ചിട്ടൊന്നുമല്ല, മാവ് കലക്കി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്തേക്കണേ. എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം ഇഷ്ടമുള്ളവർ ഉണ്ടാക്കും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. നമ്മൾക്ക് അരി അരക്കാനുള്ള മടികാരനൊക്കെ പിന്നെ അരി കുതിർക്കാൻ വെള്ളത്തിലിടാനൊക്കെ മറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആക്കാന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് കേട്ടോ, പച്ചരിപ്പൊടി, നൈസ് പത്തിരിൻ്റെ പൊടിയില്ലേ പച്ചരിപ്പൊടി, അത് 1 കപ്പും 1/2 കപ്പ് മൈദപ്പൊടിയില്ലേ അതാണ് കേട്ടോ, ഓൾ പർപ്പസ് ഫ്ലോർ. ഇതൊരു 200 ഗ്രാമിന് മേലെ ഉണ്ട്. ശർക്കര അതും നല്ല പോലെ ഒടിച്ചിട്ട് അതിന് ചക്കര പാനിയാക്കിയിട്ട് എടുക്കണം. ശർക്കര പാനി അതിനൊരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ അത് അവിടെ ജഗ്ഗരി പാനി ആവുന്ന ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണൊന്നല്ല, ഒരു 1/4 ടീസ്പൂൺ മതി ചുക്ക് പൊടിയാണ് ഇട്ടൊടിച്ചിട്ടുള്ളത്. അത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് ഏലക്കപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണ് ഇട്ടൊടിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയിലെ കുമിൻ സീഡ് പൗഡർ അതുകൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ ഈ ജഗ്ഗരി പാനി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തിളച്ച് വരണം. ഇത് തിളച്ച ഇതിനോട് തന്നെ ചൂടാറുന്നതിന് മുമ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ 2 പൊടി ഇത് ഇട്ടെടുത്തതല്ല, മൈദപ്പൊടിയും അരിപ്പൊടിയും അത് രണ്ടും ഒന്നാകെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് തിളച്ചതിനോട് കൂടി തന്നെ ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇത് കട്ടി കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മതി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടെടുത്തിട്ടില്ല. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്നുകൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എള്ളാണ് കേട്ടോ, കറുത്ത എള്ള് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങാക്കൊത്തില്ലേ, അത് നെയ്യിലൊന്നും വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നും ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പതിവുള്ളത്. അത് എണ്ണയിൽ മൊരിഞ്ഞിട്ടൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ലോണം ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ അരി അരച്ച മാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് അങ്ങനെ തന്നെ വേണം കേട്ടോ, നല്ലോണം ലൂസാവാൻ പാടില്ല. ഇത് ഉണ്ണിയപ്പച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. തേങ്ങ എണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയ്ക്കും തിക്നെസ്സാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം കട്ടി അവിടെ ഇരിക്കും തോറും കട്ടി കൂടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡിലും ഞാൻ കുറച്ച് സമയം ഒരു സൈഡിൽ വെച്ചിട്ട് അതിനെ കുറച്ച് സമയം മറ്റേ സൈഡിലും ആക്കിയിട്ട് വെക്കാറുണ്ട്. പക്ഷേ ഓരോരോ ടൈമിൽ എനിക്ക് ഇങ്ങനെ ലാവൊക്കെ പുറത്താക്കിയിട്ട് ഇങ്ങനെ വരുന്നില്ലേ, അതുപോലെ ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നതൊക്കെ ഞാൻ നല്ല പോലെ ഇങ്ങനെ കറുമുറായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അടിഭാഗം നല്ല സോഫ്റ്റും മേൽഭാഗം നല്ല കറുമുറാന്ന് ഇരിക്കുന്നുണ്ട്. നമ്മളുടെ ട്രഡീഷണൽ ടൈപ്പിൽ നമ്മൾ കാസർഗോഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുള്ളത് അതിൻ്റെ റെസിപ്പി ഞാൻ ഇത് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഒരേ മാവിൽ നെയ്യപ്പവും ഉണ്ണിയപ്പവും ഉണ്ടാക്കാറുണ്ട് നമ്മൾ കാസർഗോട്ടുകാർ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ തേങ്ങക്കൊത്തൊന്നും ഇട്ട് കൊടുക്കാത്ത നെയ്യപ്പം ഉണ്ടാക്കുന്ന അതേ മാവിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയുടെ കൂടെ
ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചുക്ക് പൊടിയും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഒരേ നെയ്യപ്പത്തിൻ്റെ മാവിൽ തന്നെ. അപ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് തോന്നിയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതും നമ്മൾ ട്രഡീഷണലായിട്ട് അരി അരക്കുന്നിട്ട് ഉണ്ടാക്കുന്നില്ലേ അത് തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. നമ്മൾക്ക് എളുപ്പത്തിൽ ഉണ്ണിയപ്പം തിന്നണമെന്ന് ആഗ്രഹമുള്ള ടൈമിൽ മടിച്ചിരിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന് ഉണ്ണിയപ്പമായി കഴിക്കുകയും ചെയ്യാം ആഗ്രഹം തീരോളം. ഞാൻ പൊതുവെ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ മധുരത്തിൻ്റെ റെസിപ്പീസാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. നല്ല ആരെടുത്ത പഞ്ഞ് പോലത്തെ സോഫ്റ്റും കറുമുറുമായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇത്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അപ്പം കൂടിയാണ് ഉണ്ണിയപ്പം. എപ്പോൾ തോന്നുന്നു അപ്പം ഞാൻ പോയിട്ട് ഉണ്ടാക്കും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.